ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ, നമ്മൾ നമ്മുടെ ബേസിക് മാത്സ് സീരീസ് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ SSLCയിലെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാംഗതി സമവാക്യങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനം ഉണ്ട്, സ്ക്വയർ റൂട്ടുകൾ അഥവാ സ്ക്വയേഴ്സ്. ചില കുട്ടികൾക്ക് എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എത്രയും പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സെറ്റ് ആക്കാൻ പോകുന്നത്. മക്കളെ, ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ ലൈക്ക് ചെയ്ത്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് വിടണം. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോയാലോ? യെസ്, ആദ്യം ഞാനിതാ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 30 നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ഇതാ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താണ് സ്ക്വയേഴ്സ് അല്ലെ? നിങ്ങൾക്ക് അറിയാം, ഒന്നിന്റെ സ്ക്വയർ എങ്ങനെയാ? ഒന്നായത് 1 × 1 ആണ് ഒന്നിന്റെ സ്ക്വയർ. അതുപോലെ 2ന്റെ സ്ക്വയർ എങ്ങനെയാ? 4 ആയത് 2 × 2 ആണ് 4 അല്ലേ? അതുപോലെ റൂട്ടുകൾ നിങ്ങൾക്ക് അറിയാം, സ്ക്വയർ റൂട്ടുകൾ പറയാം. എങ്ങനെയാ? ഇതാ റൂട്ട് 1 എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു 1 ആയിരിക്കും. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ ഈ 2 ആയിരിക്കും. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. 1 മുതൽ 30 വരെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇതല്ല പഠിക്കാൻ പോകുന്നത്, പഠിപ്പിക്കാൻ പോകുന്നതും എന്താണെന്നല്ലേ? ഇതാ കണ്ടോ, ഇതാണ് സാധനം. ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയ നമ്പർ ആണ് അല്ലെ? ഇതിന് കൃത്യമായിട്ട് എന്തുണ്ട്? ഒരു വർഗ്ഗമൂലം ഉണ്ട്. അത്തരത്തിലുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ടുകൾ അല്ലെ, വർഗ്ഗമൂലം എത്രയും പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? മക്കളെ, നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം, ഇതൊരു കണ്ടീഷൻ ഉണ്ട്, ശ്രദ്ധിച്ചോ. ഇതൊക്കെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വർഗ്ഗമൂലമുള്ള നമ്പറുകളുടെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഇതല്ലാത്തതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പൂർണ്ണമായിട്ട് വർഗ്ഗമൂലങ്ങളുള്ള സാധനങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പോകുന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹെൽപ്പ് ആവും കേട്ടോ. അപ്പൊ ഇത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഒരു ടേബിൾ വരയ്ക്കുക. എന്താ എങ്ങനെ ടേബിൾ വരയ്ക്കും നോക്ക്. ആദ്യം 1 ഇവിടെ വരയ്ക്കുന്നു. ഞാൻ എഴുതുകയാണ്. എന്താണ് എങ്ങനെ ഞാൻ എഴുതുന്നത് നോക്കണം കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. 1 എഴുതി, 2, 3, 4, 5 നിങ്ങൾ എഴുതുമ്പോൾ എവിടെ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഇവിടെ എഴുതണം. എവിടെ 5 4ന്റെ അതിന്റെ നടുക്ക് ഇപ്പുറത്ത് എഴുതണം കേട്ടോ. 6 എവിടെ എഴുതണം? ആ 4ന്റെ നേരെ എഴുതിയേക്കണം. 7 3ന്റെ നേരെ എഴുതിയേക്കണം. 8 2ന്റെ നേരെ. 9 1ന്റെ നേരെ. മക്കളെ, ഈ ഒരു സാധനം ഈ ഒരു അറേഞ്ച്മെന്റിൽ തന്നെ എങ്ങനെ എഴുതിയ നോക്ക്. ഇങ്ങനെ 5 ഇവിടെ, ഇങ്ങനെ മുകളിലേക്ക് അറേഞ്ച്മെന്റിൽ എഴുതിയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ചെയ്യുന്ന നോക്കോ. ഇങ്ങനെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യേണ്ടത് 1ന്റെ സ്ക്വയർ. ഇതെന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ എല്ലാം പറഞ്ഞുതരാം കേട്ടോ. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം 9ന്റെ സ്ക്വയറും എത്രയാ അല്ലെ? 1ന്റെ സ്ക്വയർ 9ന്റെ സ്ക്വയർ. നോക്ക്, 1ന്റെ സ്ക്വയർ പറഞ്ഞാൽ 1 × 1 ആണ്. അതെത്രയാ? 1 ആണ്. 9ന്റെ സ്ക്വയർ 81 ആണ്. ലാസ്റ്റ് നമ്പർ 1 ആണ് അല്ലെ? മക്കളെ, ഏതൊരു നമ്പേഴ്സിന്റെയും ലാസ്റ്റ് നമ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്വയേഴ്സിന്റെ ലാസ്റ്റ് നമ്പർ ആണ് നമ്മൾ ഈ ഒരു പട്ടികയിലൂടെ എഴുതുന്നതോ. അപ്പൊ 1ന്റെതും 9ന്റെതും അല്ലെ, 1ന്റെത് 1 ആണ്, 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. ലാസ്റ്റ് നമ്പർ എത്രയാ വരിക? 1. അതുപോലെ 2ന്റെ സ്ക്വയർ 4 ആണ്. അതുപോലെ 8ന്റെ സ്ക്വയർ 64 അല്ലേ? 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ എന്ന് പറഞ്ഞാല് 64 ആണ്. ലാസ്റ്റ് നമ്പർ വേണ്ടേ, ലാസ്റ്റ് നമ്പർ 4 കേട്ടോ. ഈ ഒരു സാധനം ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ അടുത്ത് നോക്ക്, 3ന്റെ സ്ക്വയർ 9 ആണ്. 7ന്റെ സ്ക്വയർ 7 × 7 എത്രയാ? 49. അതിലെ ലാസ്റ്റ് നമ്പർ 9. അപ്പൊ ഏതൊരു നമ്പേഴ്സിന്റെയും ലാസ്റ്റ് നമ്പർ ആണ് നമ്മൾ ഇവിടെ എഴുതുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. 4ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയറും നോക്ക്. 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 16. നമുക്ക് ലാസ്റ്റ് നമ്പറാണ് വേണ്ടത്. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 × 6 36. ലാസ്റ്റ് നമ്പർ എത്രയാ? 6. അപ്പം ഈ 6 ഞാൻ ഇവിടെ എഴുതി കേട്ടല്ലോ. അതുപോലെ 5ന്റെ സ്ക്വയർ 25 മുഴുവൻ വേണ്ട, ലാസ്റ്റത്തെ 5 മാത്രം മതി. അപ്പം ഈ ഒരു സാധനം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. ഇനി ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ വണ്ടർ അടിച്ച് നിൽക്കുന്നതും കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, എന്താ സംഭവം നോക്കൂ. ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം കാണാനല്ലേ പറഞ്ഞേ? അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ട അറിയോ? ഈ നമ്പറിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, 2401 എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട് 2401. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇടത്തൂന്ന് 2 എണ്ണം മാറ്റിയിട്ട് മുറിക്കുക, കട്ട് ചെയ്യുക. അപ്പൊ എങ്ങനെ മുറിക്കുന്നത് നോക്ക്. എങ്ങനെ മുറിക്കുന്നത്? ഇടത്തൂന്ന് 2 എണ്ണം മുറിക്കുക. ഇടത്തൂന്ന് 2 എണ്ണം പറഞ്ഞാൽ ഇവിടെയല്ലേ മുറിയ. എങ്ങനെയാ മുറിയ നോക്ക്. 0 1 2 എണ്ണം ഒഴിവാക്കിയിട്ട് മുറിക്കുക. ഉത്തരം കാണാൻ പോവാണ് കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോ?
ആദ്യത്തെ നമ്പർ കിട്ടണമെങ്കിൽ ഈ 24 എടുക്കാം. 24ന്റെ ഏറ്റവും താഴെയുള്ള നമ്പർ, സ്ക്വയർ ആയ നമ്പർ ഏതിന്റെയാ? നിങ്ങൾ പറ. 24ന്റെ ഏറ്റവും താഴെയുള്ള നമ്പർ സ്ക്വയർ താഴെയുള്ള സ്ക്വയർ അല്ലെ, വർഗമായിട്ടുള്ള നമ്പർ ഏതാ? നിങ്ങൾക്ക് അറിയാം 4ന്റെ സ്ക്വയർ 16 ആണ്. എന്ത്? 24 താഴത്തുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഫസ്റ്റ് നമ്പർ ഇതാ, ഇതിന്റെ സ്ക്വയർ റൂട്ടില് ഫസ്റ്റ് നമ്പർ എത്രയായിരിക്കും? 4 ആയിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പൊ 40 എത്രയോ ആയിരിക്കും. ഇതാ അടുത്ത ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് നമ്പർ കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ കണ്ടോ, ഈ 1 കണ്ടോ നിങ്ങൾ? ആ 1 എന്ന് പറഞ്ഞ നമ്പർ ലാസ്റ്റില്, ആ 1 2 പോസിബിലിറ്റി ആണുള്ളത്, 1 9. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, 41 അല്ലെങ്കിൽ 49 ആയിരിക്കും നമ്മുടെ എന്ത് ഉത്തരം. അപ്പൊ 41 ആണോ 49 ആണോ എന്ന് അറിയാനും ഒരു വഴിയുണ്ട്. എന്താ വഴി എന്നല്ലേ? ശ്രദ്ധിച്ച് കേട്ടിരുന്നോ? ഈ 4ന്റെ അടുത്ത നമ്പർ, 4ന്റെ അടുത്ത നമ്പർ ഏതാ? 5. 4ഉം 5ഉം ഗുണിക്കുക അല്ലെ, ആ 20 കിട്ടുക. ദേ നോയിക്കോ, നമ്മൾ ഗുണിച്ചപ്പോ കിട്ടിയത് 20 ആണ്. ആ 20 ആണോ ചോദ്യത്തിലുള്ള ഫസ്റ്റ് നമ്പർ? ഈ 2 നമ്പർ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യാം. 20 ആണോ 24 ആണോ വലുത്? ചോദ്യത്തിലുള്ള 24 ആണ് വലുത് അല്ലെ, മുറിച്ചപ്പുള്ള അപ്പുറത്തുള്ള 24 ആണ് വലുത്. അപ്പൊ അത് വലുതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, 49. ദാ ഈ ഒരു 49 ഇതിലെ വലുതായിരിക്കും ആൻസർ ആയിട്ട് വരാം. അപ്പൊ 49ന്റെ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, ദേ ഇതിന്റെ റൂട്ടായിട്ട് എത്ര വരും? 49. ഇതാണ് ഐഡിയ കേട്ടോ. കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് അല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. വേഗം വാ. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ആ നമ്പറിനെ ഞാൻ എടുത്ത് എഴുതാൻ പോവാണ്. 57 76. എങ്ങനെയാ മുറിക്കുക? ഇടത്തൂന്ന് 2 എണ്ണാക്കിയിട്ട് മുറിയാളിയ. ദേ ഇവിടെ എപ്പോഴും ഇടത്തൂന്ന് 3 4 5 എത്ര നമ്പർ ഉണ്ടെങ്കിലും ഇടത്തൂന്ന് 2 എണ്ണാക്കിയിട്ട് മുറിച്ചോളാം. ദാ മുറിച്ചു. ശ്രദ്ധിച്ചോ, ആദ്യത്തെ നമ്പർ കിട്ടണമെങ്കിൽ ഇവിടുത്തെ 57 എടുക്കാം. 57. 57ന്റെ ഏറ്റവും അടുത്തുള്ള സ്ക്വയർ ഏതാ? ഏറ്റവും അടുത്തുള്ള വർഗം നിങ്ങൾക്കറിയാം. 57ന്റെ ഏറ്റവും അടുത്തുള്ളതെന്ന് പറഞ്ഞാല് 49 ആണ്. എത്രേണ്ടതാ? 7ന്റെ സ്ക്വയർ അല്ലേ? നിങ്ങൾക്ക് അറിയാത് അല്ലെ? 1 മുതൽ 20 വരെ നിങ്ങൾ പഠിച്ചു വെച്ചതാ. 49 ആണ്, അഥവാ 7ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? 7 ആയിരിക്കും. അപ്പൊ 70 എത്രയോ ആയിരിക്കും അല്ലേ? അതാണ് ഐഡിയ. കേട്ടോ. ദേ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള പരിപാടിയിലാണ്. ലാസ്റ്റ് നമ്പർ കാണണമെങ്കിൽ ഈ ലാസ്റ്റ് നമ്പർ തന്നെ എടുക്കുക. 6. നമ്മുടെ പെട്ടിക്കോൾ ഓർമ്മല്ലേ? എങ്ങനെയാ എഴുതിയിരുന്നത്? 1 2 3 4 5 വടെ 6 4 നേരെ താഴെ 8 7 8 9 ഇങ്ങനെയാ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതാ, 1ന്റെ സ്ക്വയർ ഈ ഒരു വരയിൽ നേരെ തന്നെ 1ന്റെ സ്ക്വയർ എഴുതുന്നു, 2ന്റെ സ്ക്വയർ 4 ഇവിടെ എഴുതുന്നു. ഇതെന്താ മീൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ. എന്താ? 2ന്റെതും 8ന്റെയും സ്ക്വയർ വർഗങ്ങൾ, ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? 4. അപ്പൊ 3ന്റെയും 7ന്റെയും ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും അല്ലെ? 9. അതുപോലെ തന്നെ 9 അല്ലെ? 4ന്റെയും 6ന്റെയും ലാസ്റ്റ് നമ്പർ എത്രയാ? സ്ക്വയർ എടുക്കുക. 4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ 36, ലാസ്റ്റ് നമ്പർ 6. ആ ലാസ്റ്റ് നമ്പർ ആണ് സാധനം. 5ന്റെ സ്ക്വയർ 25 ആണ്, പക്ഷെ ലാസ്റ്റ് നമ്പർ മതി. ഇതാ കഴിഞ്ഞു കേട്ടോ. അപ്പൊ 70 എത്രയാണ് നോക്കണ്ടേ നമുക്ക്? എന്താ നോക്കിക്കോ, ലാസ്റ്റ് നമ്പർ 6 ആണ്. അപ്പൊ ലാസ്റ്റ് കാണണമെങ്കിൽ 6 വരുന്ന പോസിബിലിറ്റീസ് ഏതൊക്കെയാ നോക്കിയാൽ മതിയോ? 6 വരുന്ന പോസിബിലിറ്റി ഏതൊക്കെയാ? 6 വരുന്ന നോക്ക്. ഇതാ കണ്ടോ കേട്ടോ, 6 വരുന്നത് 2 പോസിബിലിറ്റീസ് ഏതൊക്കെയാ? 4 6. 4 6 എന്ന് ചോദിച്ച ഒന്നെങ്കിൽ 74 അല്ലെങ്കിൽ 76. 74 ആണോ 76 ആണോ കണ്ടുപിടിക്കാൻ എന്ത് എളുപ്പാലേ? എങ്ങനെ ചെയ്യാ? ഇതാ 74 ആണോ 76 ആണോ എങ്ങനെ കണ്ടുപിടിക്കുക? 7ന് ഏത് 7? ഈ 7നെ അതിന്റെ അടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക. 7 8 ഗുണിക്ക്. 7 8 56. 7 8 56. മക്കളെ 56 എന്ന് പറയുന്ന സാധനം ഈ 57 കമ്പയർ ചെയ്യാം. ഫസ്റ്റ് അല്ലെ, ആ പോർഷനിലേക്കുള്ള നമ്പറുമായിട്ട് കമ്പയർ ചെയ്യാം. 57 വലുതാണ്, ഇത് ചെറുതല്ലേ? ഇത് വലുതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഏതായിരിക്കും? ഇതിലെ വലുതായിരിക്കും. അപ്പൊ ആൻസർ ഈസ് ദാറ്റ് ഈസ് 76. സിമ്പിൾ. ഏതാണ് ആൻസർ? 76. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? വേഗം വാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ചോദ്യം എടുത്ത് എഴുതി 96.04 എങ്ങനെ മുറിക്കണം? 2 എണ്ണാക്കിയിട്ട് മുറിച്ചു. 96. 96ന്റെ ഏറ്റവും അടുത്തുള്ളത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 81 ആണ് സ്ക്വയർ അല്ലെ? 81 സ്ക്വയർ 81 ആണ് സ്ക്വയർ ആയിട്ട് വരുന്നത്. അത് എത്രേണ്ടാ നോക്കണേ? 9ന്റെ സ്ക്വയർ. അപ്പൊ ഫസ്റ്റ് നമ്പർ കിട്ടി.
9. എന്ത് സുഖമുണ്ട് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ. ലാസ്റ്റ് നമ്പർ 4 വെച്ചിട്ടുള്ള നമ്പറാണ്. അപ്പൊ 4 കിട്ടുന്ന 2 പോസിബിലിറ്റീസ് ഉണ്ട്. 2 8 അതാണ് 4ന്റെ അല്ലെ, 2 8 അതാണ് 4. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഒന്നെങ്കിൽ 92 ആയിരിക്കും, അല്ലെങ്കിൽ 98 ആയിരിക്കും. ഇതിന്ന് എങ്ങനെ സെലക്ട് ചെയ്യാ? ദാ ഈ 9ന്റെ അടുത്ത നമ്പറായ 10 കൊണ്ട് ഗുണിക്കുക. 9 10 90 ആണ്. ഓക്കെ, ദാ ഈ 90 ആണോ ഈ 96 ആണോ അല്ലെ? കമ്പയർ ചെയ്യാ, താരതമ്യം ചെയ്യാം. നോക്ക്, ചോദ്യത്തിൽ 96 അല്ലേ, അപ്പൊ ചോദ്യത്തിലുള്ളതാ വലുത് ഇതിനെക്കാളി അല്ലെ, ചോദ്യത്തിലുള്ള വലുത്. അപ്പൊ ഇതിലെ 98 ആണ് ആൻസർ. ദേ നമുക്ക് കിട്ടും നമ്മുടെ ഉത്തരം. ഏതാണ് ആൻസർ? പറടാ. 98. ദേ ഇത് 98ന്റെ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ റൂട്ട് ഓഫ് 9604 എന്ന് പറഞ്ഞാല് 98 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റിനോട് പോയാലോ? ബാ, സിമ്പിൾ ആണ്. ദേ വേഗം കേട്ടോ. അതെ, 13 69 മുറിയളിയ 2 എണ്ണം ബേക്കോട്ട് മുറി അല്ലേ. 13ന്റെ ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞാല് 3ന്റെ സ്ക്വയർ ആണ് 9. 9 ആണ് ഏറ്റവും അടുത്തുള്ളത്. താഴോട്ടാ നോക്കേണ്ടത് കേട്ടോ, ഞാൻ പറഞ്ഞത് താഴോട്ട്. അപ്പൊ 3ന്റെ സ്ക്വയർ പറഞ്ഞാൽ 3 വരണം അല്ലെ. ഫസ്റ്റ് നമ്പർ എത്ര വരണം? 3 വരണം അല്ലെ. ഫസ്റ്റ് നമ്പർ 30 എത്രയോ ആയിരിക്കും അല്ലെ. അപ്പൊ ലാസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ ഇതാ ഈ 9 നോക്കുക. 9 കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഞാൻ പറഞ്ഞിരുന്നു. 9 കിട്ടാൻ 2 പോസിബിലിറ്റീസ് ആണുള്ളത് അല്ലെ. 9 അല്ലെ, സോറി, 9 കിട്ടാൻ 2 പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഏതൊക്കെയാ? 3 7 അല്ലെ. 9 ഇതാണ് ലാസ്റ്റ് നമ്പർ കേട്ടോ, ഇതാണ് ലാസ്റ്റ് നമ്പർ. അപ്പൊ 9 കിട്ടാൻ 2 പോസിബിലിറ്റീസ്, ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 7. ഈ 3 7 ആണ് വരേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടും എന്ത്? ഒന്നെങ്കിൽ 33 അല്ലെങ്കിൽ 37 ആവും. ഇത് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? ഈ 3നെ അടുത്ത നമ്പറായ 4 അല്ലെ കൊണ്ട് ഗുണിക്കുക. 12. നോക്ക്, ഇവിടെ 13 ഉണ്ട് അല്ലെ, ഇവിടെ 13 ആയിട്ട് കമ്പയർ ചെയ്യും. ഇത് ഗുണിച്ചപ്പോ ചെറുതാ കിട്ടിയത്, ഇവിടെ വലുത്. അപ്പൊ വലുതുള്ളടത്ത് എന്ത് ചെയ്യണം? നമ്മള് എഴുതണം. അപ്പൊ 37 ആയിരിക്കും ഇതിന്റെ ഉത്തരം. സെറ്റല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വന്തം ചെയ്തേ. ഈ ഒരു ചോദ്യം സ്വന്തം ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും എന്ത് ചെയ്തോളാം? കമന്റ് സെക്ഷനിൽ ഇതിന്റെ ആൻസർ ടൈപ്പ് ചെയ്തിട്ട് വിട്ടോളാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കുകളും കമന്റ് ആയിട്ട് അയക്കുക. ഇറ്റ്സ് മീ VJR. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ബൈ.